നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൾക്കാര് ഈവൻ സ്ട്രേഞ്ചേഴ്സിന്റെ ഗ്രൂപ്പിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അവർ പെട്ടെന്ന് കണക്ട് ആവുകയും കുറെ നാൾ പരിചയമുള്ള ഫ്രണ്ട്സിനെ പോലെ ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നതും ചില സമയത്തൊക്കെ എനിക്കെന്താ അങ്ങനെ ആകാൻ പറ്റാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാനിന്ന് ഒരു 3 ട്രിക്സ് ആണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ലൈഫ് നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്കുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള വീഡിയോസ് ഇനിയും ഈ ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ ഈ ഇടയ്ക്ക് കണ്ട ഒരു കമന്റിനെ പറ്റി പറയാം. ആ കമന്റിന് ഒരുപാട് സപ്പോർട്ടേഴ്സും ഉണ്ടായിരുന്നു. ആ കമന്റ് ഇങ്ങനെയായിരുന്നു: ദൈവം എനിക്കൊരു വരം തരികയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കും, അതായത് ആരെയും മടിപ്പിക്കാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവ് ഞാൻ വരമായി ചോദിക്കും എന്നായിരുന്നു. ആൻഡ് ദിസ് ഈസ് എക്സാക്ട്ലി ദ പ്രോബ്ലം. ഒരുപാട് ആൾക്കാരും കറക്റ്റ് ഒരു സമയം വരും, അന്ന് ഞാൻ അടിപൊളിയായിട്ട് സംസാരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യും. പക്ഷെ ഒരുപാട് നാളുകൾ, ഒരുപാട് വർഷങ്ങൾ അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. സോ ആദ്യത്തെ ടിപ്പ് എന്താണെന്നറിയോ? യു ബിക്കം വാട്ട് യു പ്രാക്ടീസ് കൺസിസ്റ്റന്റ്ലി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വർഷങ്ങളോളം നിങ്ങൾ എങ്ങനെയായിരുന്നു, ചിലപ്പോൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവാം. അതായത് if you do always the same thing, you are going to get the same result every time. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം നമ്മൾ പിന്നെയും പിന്നെയും കണ്ടിന്യൂ ചെയ്യും. ആൻഡ് അതിനെ പറയുന്ന പേരാണ് പ്രാക്ടീസ്. പലപ്പോഴും നമ്മളെക്കാൾ ബെറ്റർ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഓ അവൻ അല്ലെങ്കിൽ അവൾ എന്ത് ലക്കിയാണല്ലേ, ഭയങ്കര ഹാപ്പിയാണ്, എത്ര അടിപൊളിയായിട്ടാണ് സംസാരിക്കുന്നത്, എനിക്ക് അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയും അതൊരു പ്രാക്ടീസ് ആണ്. പലതവണയും എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നിന്ന് ഇന്ന് ഏകദേശം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് തടസ്സമാകുന്ന കാര്യങ്ങൾ എന്താണെന്നാണ്. നിങ്ങൾ ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? അവര് ജഡ്ജ് ചെയ്യുന്നു വിചാരിച്ച് നിങ്ങൾ സംസാരിക്കാതിരിക്കാറുണ്ടോ? അവസരങ്ങൾ നിങ്ങൾ ഒഴിവാക്കാറുണ്ടോ? ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അതിന് എതിരായ കാര്യങ്ങൾ ചെയ്യുക. അതായത് ഇതിന്റെ റിവേഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. സോ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായാൽ നിങ്ങൾക്ക് ആദ്യം അതിലൊരു കൺട്രോൾ കിട്ടും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ജിമ്മിൽ ഒരുപാട് ആൾക്കാർ പോകും, പക്ഷെ ഈ പോകുന്ന എല്ലാവരും ജിം കണ്ടിന്യൂ ചെയ്യില്ല. അതിന് കാരണം എന്താണെന്നറിയോ? ചില ആൾക്കാർ ജിമ്മിൽ പോയി 1 മാസം കഴിയുമ്പോൾ തന്നെ എന്റെ ബോഡിയിൽ ഒരു മാറ്റം ഇല്ല, പോയിട്ടൊന്നും കാര്യമില്ല, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞ് നിർത്തും. ആക്ച്വലി നമ്മൾ ജിമ്മിൽ പോയി ചിലപ്പോൾ 3 മാസമെങ്കിലും എടുക്കും ഒന്ന് റിസൾട്ട് പുറത്ത് കാണാൻ. അതിനർത്ഥം മാറ്റം വന്നിട്ടില്ല എന്നല്ല, നമ്മുടെ ഉള്ളിൽ ഓൾറെഡി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ബട്ട് വിസിബിൾ അല്ല. ഇതേപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും. ഒരാഴ്ച 10 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്നും ശരിയാവത്തില്ല എന്നറിയുമ്പോൾ നിങ്ങൾ നിർത്തുവാണെങ്കിൽ എന്നും നമ്മൾ അങ്ങനെയായി പോകും. സോ യു ബിക്കം വാട്ട് യു കൺസിസ്റ്റന്റ്ലി പ്രാക്ടീസ്. ഇനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? അതില് 2ാമത്തെ ടിപ്പാണ് അസ്യൂം അക്സെപ്റ്റൻസ് ആൻഡ് നോട്ട് റിജക്ഷൻ. നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ കൂടുതലും റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യോ എന്നുള്ളത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം, അയ്യോ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കോ, അവരെന്നെ റിജക്ട് ചെയ്യോ, അവരെനിക്ക് ഇമ്പോർട്ടൻസ് ഒന്നും തരില്ലേ, ഇനി ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാൽ ആകെ നാണക്കേടാകും, എനിക്ക് തോന്നുന്നു അവർക്ക് എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ്. ഇങ്ങനെ നമ്മൾ റിജക്ഷൻ സെൻസ് ചെയ്ത് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യൂ എന്ന് നമ്മൾ സെൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്ക് പ്രോപ്പറായി സംസാരിക്കാൻ പറ്റുമെന്ന്? അതായത് നിങ്ങളൊരു ഗ്രൂപ്പിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ അവർ റിജക്ട് ചെയ്യും, ജഡ്ജ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചാൽ നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. സോ ഇവിടെ നമുക്ക് അക്സെപ്റ്റൻസ് അസ്യൂം ചെയ്യാൻ ട്രൈ ചെയ്യാമെന്നുള്ളതാണ്. സോ 3ാമത്തെ ട്രിക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. എനിക്കറിയാം ഒരുപാട് ആൾക്കാരും ട്രൈ ചെയ്തിട്ടും മാറ്റം വരാറില്ല എന്ന്. അതിനൊരു കാരണം എന്താണെന്നറിയോ? കുറെ ആൾക്കാർക്കും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആയിരിക്കില്ല പ്രശ്നം, ഒരുപാട് ആൾക്കാർക്കും സോഷ്യൽ ആൻസൈറ്റി ആകാം പ്രശ്നം. ഇവിടെ നിങ്ങൾക്ക് ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഡീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു പോകാം, അല്ലെങ്കിൽ ഒരുപാട് തവണ ഡീൽ ചെയ്തിട്ടും മാറ്റം വരാതിരിക്കുകയും ചെയ്യാം.
അതിന് ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും ഞാനെന്തിനാ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത്, എനിക്ക് തന്നെ ഇത് ഡീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് വീഡിയോസ് കാണും, നമ്മൾ മാറാൻ ശ്രമിക്കും, പിന്നെയും നമ്മൾ പഴയ പോലെ ആകും. ആൻഡ് പിന്നെയും നമ്മളുടെ ലൈഫ് ഒരുപാട് സ്ട്രെസ്ഫുൾ ആകും. നമുക്ക് എപ്പോഴും വിഷമം തന്നെയായിരിക്കും, എനിക്ക് മാറാൻ പറ്റില്ല എന്നും മനസ്സിലാക്കുക. ഒരു സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതമൊന്നും സംഭവിക്കുന്നില്ല. ഉറപ്പായിട്ടും ഇത് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഒരു സോഷ്യൽ ആൻസൈറ്റി എങ്ങനെ മാറ്റാമെന്ന് ഒരു സൈക്കോളജിസ്റ്റിന് കൃത്യമായി അറിയാൻ പറ്റും. അവർ നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യും. ഈവൻ ഇഫ് ഇറ്റ് ടേക്സ് ടൈം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് കൂടുതൽ ഹാപ്പി ഉള്ളതോ മറ്റുള്ളവരായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരാളായി നിങ്ങൾക്ക് മാറാനും പറ്റും. സോ കൺസിഡർ ദിസ്. ഇനി മൂന്നാമത്തെ കാര്യം ഇതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അത് നമുക്ക് ജന്മന കിട്ടുന്ന ഒന്നല്ല. നിങ്ങളിപ്പോ കാണുന്ന ഓരോ ആൾക്കാരും ഇല്ലേ, പെട്ടെന്ന് ആൾക്കാരായിട്ട് സംസാരിക്കുന്ന, പെട്ടെന്ന് ആൾക്കാരായിട്ട് കണക്ട് ആവുന്ന ആൾക്കാർ, അവര് പോലും വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്താണ് അവരിങ്ങനെ ആയത്. നിങ്ങൾ ഇനി ശരിക്കും നിങ്ങളുടെ പാസ്റ്റ് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇത്രയും നാൾ എന്താണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനാണോ നോക്കിയത്, അതോ നിങ്ങൾക്ക് ഇല്ല എന്ന് വിചാരിച്ച കോൺഫിഡൻസ് അത് പിന്നെയും കുറയ്ക്കുന്ന കാര്യങ്ങളാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്? എപ്പോഴും ഓർത്തിരിക്കുക, സ്കിൽ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് വഴി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ പാടെന്ന് വിചാരിച്ച കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അച്ചീവ് ചെയ്തിട്ടുണ്ടാവാം. അതിനെപ്പറ്റി കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക. ആൻഡ് മനസ്സിലാക്കുക, നമ്മൾ കാണുന്ന അടിപൊളിയായി സംസാരിക്കുന്നവർ വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്തതാണെങ്കിൽ നമ്മൾ ഒരുപാട് വർഷം എന്താണോ പ്രാക്ടീസ് ചെയ്തത് അത് റിവേഴ്സ് ചെയ്യാൻ സമയമെടുക്കും. വർഷങ്ങൾ എടുക്കില്ല, ബട്ട് കുറച്ച് സമയമെടുക്കും. സോ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ മനസ്സിലാക്കുക, സമയമെടുത്താലും വൺ ഡേ യു വിൽ സക്സീഡ്. കാരണം നിങ്ങളൊരു രക്ഷകൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഇതിനുള്ള സമയമാകട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റി വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരുപാട് സമയം പോവുകയും ചെയ്യും. സോ രക്ഷകന് വേണ്ടി കാത്തിരിക്കരുത്. യു ക്യാൻ കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ് ഹു ക്യാൻ ഹെൽപ്പ് യു. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് ഓൺലൈൻ ആയിട്ട് സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫിൽ ചെയ്താൽ മാത്രം മതി, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.